അവർക്ക് ഇറ്റ്സ് മീ അബ്സുവിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇറ്റ്സ് മീ അബ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ക്രിക്കറ്റ് ആരാധകരായാലും മറ്റെല്ലാവരും ഇങ്ങനെ അഞ്ഞ വെയിറ്റിംഗിലായിരുന്നു IPL വേണ്ടി. സോ അങ്ങനെ IPL കാത്തിരിപ്പിന് അവസാനമാകുന്നു. ഇന്ന് നടക്കുന്ന ചെന്നൈ vs RCB മത്സരം 8 മണിക്ക് ചെമ്പോക്കിൽ ചെന്നൈ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ IPL കാത്തിരിപ്പിന് ഒരു അവസാനമാവുകയാണ്. ഇന്ന് 6 മണി 6:30 കൂടി എന്തോ ഉദ്ഘാടനം പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമ്മൾ കാണാറില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് വലിയ കാര്യമായിട്ട് പോകുന്നില്ല. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അത് അറിഞ്ഞായിരുന്നു. ചെന്നൈയിൽ നിന്ന് MS ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു, ഋതുരാജ് ഗെയ്ക്വാദിനെ അത് ഏൽപ്പിച്ചു. സോ അത് ചെന്നൈ ആരാധകർക്കൊക്കെ വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. IPL ഗ്രൂപ്പുകളിലും മറ്റു എല്ലാത്തിലും വൻ ചർച്ചാ വിഷയങ്ങളായി. അവസാനം മെസ്സേജ് കൂടി വന്നപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നു. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, എന്റെ ഫോൺ അടിച്ചു. ഒന്നാമത് ഈ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ എന്റെ പണ്ടാരം ഫോൺ ചൂടായി വീഡിയോ ഓട്ടോമാറ്റിക് ഓഫ് ആയി പോകും. പിന്നെ കുറെ നേരം കഴിഞ്ഞാണ് വീഡിയോ എടുക്കാൻ തന്നെ വരുന്നത്. സോ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ധോണി പോകുന്നു, അതൊരു നല്ല മികച്ച തീരുമാനമായി തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണിയുടെ ഈ നീക്കം ഒരു നല്ലൊരു സ്ട്രാറ്റജിയായി മാറുന്ന ഒരു ഇതായി തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി ഒരു ഇത് ഇട്ടായിരുന്നു, പോസ്റ്റ് ഫണ്ട് ഇട്ടായിരുന്നു, ന്യൂ സീസൺ ന്യൂ റോൾ. ആ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ധോണി ഇമ്പാക്ട് പ്ലെയർ ആയി എത്താനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തായാലും ധോണി അങ്ങനെ വന്നത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലാണ് ഇമ്പാക്ട് പ്ലെയർ ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അത് RCB ആണ് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത്. ആദ്യമായിട്ടൊന്നുമല്ല, RCBന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചു. ക്യാപ്റ്റൻ ഡുപ്ലസീസ് ഇമ്പാക്ട് പ്ലെയർ ആയി വരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ടോസ് ഇടുന്ന സമയത്ത് വിരാട് കോഹ്ലി അയക്കുന്നു. വിരാട് കോഹ്ലി ടോസ് ഇടുന്നു. ബാറ്റിംഗിന്റെ ടൈം ആകുമ്പോൾ ഡുപ്ലസി കളിക്കാൻ വേണ്ടി ബാറ്റിംഗിന് ഇറങ്ങി വരുന്നു. അതുപോലെ തന്നെ ധോണിയെയും ഇറക്കാനുള്ള സെറ്റപ്പിനാണെന്ന് തോന്നുന്നു. ധോണി സാധാരണ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ചെന്നൈന്റെ വിക്കറ്റ് ചറ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ 10ാമത്തെ ഓവറിലും 11ാമത്തെ ഓവറിലൊക്കെ വരും. അപ്പൊ ധോണി നൈസായിട്ട് ഇങ്ങനെ ടെസ്റ്റ് കളിക്കുമ്പോൾ പോലെ നിൽക്കുന്നു. അതിനെ ബാക്കിയുള്ള ഓപ്പോസിറ്റ് ടീമാര് തുഴച്ചില്ലെന്ന് പറയുന്നു. സോ അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് ഓവർ പിടിച്ചിരിക്കാനുള്ള. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസായിട്ട് വേറെ ബുക്കായിട്ട് എനിക്ക് തിരിച്ചു വരും. സോ അതിൽ നിന്ന് നമുക്ക് മാറാം. എന്തായാലും ധോണി ഇമ്പാക്ട് പ്ലെയർ ആയി വരികയാണെങ്കിൽ ധോണിക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക്, ധോണി ആവശ്യമാകുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇറക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ ചെന്നൈക്കാണ് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്നതെങ്കിൽ ധോണിയെ ഔട്ടാക്കിക്കൊണ്ട് ബാക്കി പ്ലേയേഴ്സിനെ ഇറക്കുന്നു. ബാറ്റിംഗ് ഓർഡറിൽ ഇതിലേക്ക് ധോണിയുടെ പേര് മാറ്റുന്നു. അത് കഴിഞ്ഞ് ബാറ്റിങ്ങിന്റെ ടൈം ആകുമ്പോൾ ധോണിനെ ഇമ്പാക്ട് പ്ലെയർ ആയി കൊണ്ടുവരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. സോ എന്തായാലും ധോണി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഈ സീസണിൽ കാണാൻ സാധിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ ക്രിക്കറ്റ് വീഡിയോസുമായി ഞാൻ ഇനി എത്തുന്നതാണ്.